ഇവിടെ ഒന്നും ഇന്നസെൻ്റ് ആയില്ല. ഇന്നസെൻ്റ് ആയത് ഇവിടെയാണ് മലയാളി ഈ ഇന്നസെൻ്റ് എന്നുള്ള പറഞ്ഞ പ്രിയങ്കരനെ ചുമലിലേറ്റിയത്. എവിടെയെന്നറിയോ? ഇവിടെ നോക്ക്, ഇവിടെ. നീ എന്തിനാണ് പറഞ്ഞേ? പത്താച്ചേട്ടാ, ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. പത്താച്ചേട്ടാ, ഒന്ന് കയറി നോക്കിയേ. കഴിഞ്ഞു. അങ്ങോട്ട് പോയോ? ഇല്ല, ഞാൻ പെട്ടെന്ന് ആ കാലഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ആ കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് പോയി. കാരണം ആ സിനിമ യഥാർത്ഥത്തിൽ കേരളത്തിലെ ലക്ഷണമൊത്ത ന്യൂ ജനറേഷൻ സിനിമ ഇതായിരുന്നു. ഇപ്പോഴും ഈ സിനിമ ആളുകൾക്ക് കാണുമ്പോൾ ഇഷ്ടമാണ് അല്ലേ? ഈ സിനിമ കണ്ട എന്തായാലും ഉണ്ടല്ലോ, താങ്കൾക്കൊരു 10,000 വോട്ട് അധികം കിട്ടും. ആണോ? അപ്പം എന്നാൽ സിനിമ കുറച്ച് അധികം ഇടായിരുന്നില്ലേ? വോട്ട് കിട്ടണ്ട എന്ന് വെച്ചിട്ട് അത് ഓഫ് ചെയ്ത് കളഞ്ഞു. ഞാൻ ഈ സിനിമയുടെ അഭിനയമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് എൻ്റെ മകന് ചോറും കൊണ്ട് അവൻ പഠിക്കുന്ന ഡോൺ ബോസ്കോ സ്കൂളിൽ ചെന്നിട്ട് ഞാൻ കാറിൽ കൊണ്ടിരുത്തിയിട്ട്, എന്നിട്ട് ചെറിയ കാറുണ്ട് എനിക്ക്, അതിനകത്ത് കൊണ്ടിരുത്തി അവന് ഞാൻ ചോറ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സോനു, അപ്പച്ചനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ, റാംജി റാവു സ്പീക്കിംഗ് എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമ ഹിറ്റാവുന്ന തോന്നണേ. അത് അവൻ ഇപ്പോഴും പറയും എന്നോട്. അപ്പോൾ താങ്കൾക്കൊരു തോന്നലുണ്ടായിരുന്നു ഇത് ക്ലച്ച് പിടിക്കുന്ന നമുക്ക് തോന്നലുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ അവർ വളരെ അളന്ന് കുറിച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ എഴുതി കഷ്ടപ്പെട്ട് വച്ചിരിക്കുന്നതാണ്. നമുക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ആ സിനിമ ഹിറ്റാവുന്നു. ഈ എൻ്റെ അമ്മയെന്ന് വിളിച്ചിട്ടാണ് താഴേക്ക് വീഴുന്നത്. അതിനൊരു കഥയുണ്ടോ? അതിന് കഥയൊന്നുമില്ല. ഇപ്പം അയാളുടെ അമ്മ എന്ന് വിളിച്ചിട്ട് താഴത്തേക്ക് വീഴാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട്. ആ തേങ്ങ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഉണ്ടാക്കി വെച്ചത്. തേങ്ങ ഉണ്ടാക്കി വെച്ചത് കഷ്ടപ്പെട്ടാണ്. ഒരുപാട് ഏറെ എറിഞ്ഞു. ആ ചകിരി കറക്റ്റാണ്. ചകിരി കറക്റ്റ് ആയിട്ടുള്ള ചകിരിയാണ്. തേങ്ങയില്ല, ചകിരി മാത്രം പൊളിച്ചിട്ട് പിന്നെ ഗം വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. വലിയ വേദനയൊന്നുമില്ല. അടുത്തൊന്നും അവർ എറിഞ്ഞിരിക്കുന്നത്. ശരിക്കും അന്ന് എറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതോടെ സിനിമ അവസാനിപ്പിച്ച് എൻ്റെ വീട്ടിൽ പോയാൽ തേങ്ങ കൊണ്ടൊക്കെ ഏറ് കിട്ടുകയാണെങ്കിൽ. അത് എറിഞ്ഞെറിഞ്ഞ് ചകത്ത് കൊള്ളാതെ വന്നപ്പോൾ പിന്നെ ഒരു ഏറെറിഞ്ഞ് അവസാനത്തെ ഏറുന്ന കൊണ്ടുവന്നതിനോട് ലാല് പറഞ്ഞു. അതുണ്ടാവും, സത്യമായിരിക്കും. ആ സമയത്തൊക്കെ നമ്മളിതൊക്കെ അനുഭവിക്കാൻ തയ്യാറാണ്, ബാധ്യത. ഇപ്പോൾ ഒരു ആനയായിട്ടൊരു പടം ഉണ്ടായിരുന്നു, ഗജകേസരിയോ. ഇന്നിപ്പോൾ ആനയായിട്ടുള്ള ആ സിനിമ അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ അഭിനയിക്കില്ല. കാരണം അതിൻ്റെ കൂടെ പാട്ടും പാടി അതിൻ്റെ കൊമ്പിൽ പിടിച്ച് അതിനെ പിടിച്ച് ഉമ്മ വയ്ക്കൽ, അങ്ങനെ ഒരുപാട് ആന പുറത്ത് കയറലും ഇന്നിപ്പോൾ ഇനി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ ആന നമ്മളെപ്പോഴാണ് എടുത്തെറിയാന്നുള്ളത്. ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ ഒരാൾ ഗൗരവം മുഖത്തെങ്കിലും കാണും, ഇതൊന്നും ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും, തുമ്പിക്കൈയിട്ട് അടി അടിക്കുകയും ചെയ്യും, ആൾ പോവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി നമുക്കത് അന്ന് നമ്മൾ എങ്ങനെയെങ്കിലും സിനിമയ്ക്കകത്ത് കയറണം, അതിനു വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. പണ്ട് ചെറുപ്പത്തിൽ ഗായകൻ ജയേന്ദ്രൻ സൈക്കിൾ ഇടിച്ച് വീഴ്ത്തിയ അത് പണ്ട് അന്നൊരു എൻ്റെ അമ്മ വെച്ചിരുന്നു. അത് ഓർമ്മയുണ്ടോ? ഈ സിനിമ കണ്ടപ്പോൾ ജയേന്ദ്രൻ ഓർത്തു. ഈ സിനിമ കണ്ടിട്ട് ജയേന്ദ്രൻ ഓർത്തു, പണ്ട് ഞാൻ സൈക്കിൾ ഇടിച്ച് വീഴ്ത്തിയപ്പോഴും അതേ എൻ്റെ അമ്മയാണ് വന്നേന്ന്. പതുക്കെ സൈക്കിൾ ഇടിച്ച് വീഴ്ത്തിയതല്ല, സൈക്കിളൊന്ന് തൊട്ടുള്ളൂ. പക്ഷെ നമ്മൾ എൻ്റെ അമ്മ വെച്ചു. ഞാൻ അങ്ങോട്ട് വീണ പോലെ കാണിച്ചു. കാരണം ഇയാളുടെ ഒരു പ്രസിദ്ധിയും ഇയാളോട് ഭയങ്കര ഇഷ്ടം ആളുകൾക്ക്. പെണ്ണുങ്ങളൊക്കെ ഇയാളെ കാണുമ്പോൾ, കോളേജിൽ പോണ കുട്ടികളും, കോളേജില്ല അന്ന്, അവിടുത്തെ ചെട്ടിപ്പറമ്പ് സ്കൂളൊക്കെ ഉണ്ട്, അവിടെ പോണ കുട്ടികളൊക്കെ ഇദ്ദേഹത്തെ കാണുമ്പോഴേക്കും ഈശ്വര അത് ജയേന്ദ്രൻ വരണം. ഞാൻ പോകുന്നുണ്ടായില്ലേ, എൻ്റെ പേർക്ക് ഓരോ ആൾക്കും പറയാനുമില്ല, ഒന്നുമില്ല. എന്നെ കാണുമ്പോൾ അയ്യേ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ അത് ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ കാര്യം ഉണ്ടായില്ലേ, കാരണം ഇയാൾ ചെവിയിൽ പിടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞു എന്നോട്. കാരണം എൻ്റെ ചേട്ടൻ്റെ ക്ലാസ്മേറ്റാണ് ജയേന്ദ്രൻ.